ഹേയ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് ചടയമംഗലത്താണ്, ജഡായു എർത്ത് സെന്ററിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 65 ഏക്കറിലായാണ് ഈ ജഡായു എർത്ത് സെന്റർ വ്യാപിച്ചു കിടക്കുന്നത്. മനോഹരമായ ഈ ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശ്രീ രാജീവ് അഞ്ചലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ഇതിന് 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമാണ് ഉള്ളത്. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ചടയമംഗലം എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചടയമംഗലത്തെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ജഡായു എർത്ത് സെന്റർ. രാമായണത്തിലെ ഐതിഹാസിക പക്ഷിയായ ജഡായുവിന്റെ പേരിലാണ് ഈ എർത്ത് സെന്റർ അറിയപ്പെടുന്നത്. 4 കുന്നുകളിലായി 65 ഏക്കറിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് സംസ്ഥാനത്തെ ആദ്യത്തെ ബിൽഡ് ഓപ്പറേറ്റഡ് ട്രാൻസ്ഫർ ടൂറിസം ആണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തേക്കുള്ള യാത്രയിൽ ദൂരെ നിന്ന് പോലും കുന്നിൻ മുകളിൽ വിശ്രമിക്കുന്ന ജഡായു പ്രതിമ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ഒരു ഇതിഹാസ പക്ഷിയാണ് ജഡായു. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ട്രിവാൻഡ്രം എറണാകുളം റൂട്ടിലെ MC റോഡിലാണ് ചടയമംഗലം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് സെന്റർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. ടിക്കറ്റിന്റെ റേറ്റ്സ് വന്നിട്ട് വീക്ക് ഡേയ്സിൽ കുറവും വീക്കെൻഡ്സിൽ കുറച്ച് കൂടുതലും ആയിരിക്കും. ബേസിക് ആയിട്ട് ആദ്യം ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ടാവും. എൻട്രി ടിക്കറ്റ് 250 to 400 ആവുന്നത്. പിന്നെ നമ്മുടെ കേബിൾ കാറും എൻട്രിയും കൂടെ ചേർത്ത് നമുക്കൊരു 530 to 650 ആവുന്നത്. അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് ഇതുവഴി നടന്നു പോവാൻ പറ്റും. അതിന് നമ്മൾ ഒരു 300 മുതൽ 350 വരെയുള്ള ടിക്കറ്റാണ് എടുക്കേണ്ടത്. പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതിനൊരു 1250 ആ റേഞ്ചിലൊക്കെയാണ് ടിക്കറ്റ് വരുന്നത്. ഫോറിനേഴ്സിന് ടിക്കറ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഡേ ആക്ടിവിറ്റി പാസും കിട്ടും. അത് 3500 രൂപയ്ക്കാണ് കിട്ടുന്നത്. നടക്കാൻ മടി ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് റോപ്പ് വേ വഴി കേബിൾ കാറിൽ പോവാനായിട്ടാണ്. നടക്കാനാണെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ 826 സ്റ്റെപ്സ് കയറി സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലേക്കാണ് നമുക്ക് കയറി ചെല്ലേണ്ടത്. ഇടയ്ക്ക് ഡ്രിങ്കിങ് വാട്ടറും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ടോയ്ലറ്റ് ഫെസിലിറ്റി മുകളിലും താഴെയും മാത്രമാണുള്ളത്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് വെരിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകുന്നത് കേബിൾ കാറിന്റെ എൻട്രി പോയിന്റിലോട്ട് എത്താനായിട്ടാണ്. ഇതാണ് കേബിൾ കാറിലേക്കുള്ള ബോർഡിംഗ് പോയിന്റ്. അത് കാരണമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും നോയ്സ് കേൾക്കുന്നത്. കണ്ടിന്യൂസ്ലി കേബിൾ കാറുകൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇതേ കണ്ടില്ലേ, വൈറ്റ് കളറിലെ ആ കേബിൾ 3 സെറ്റ് കേബിൾ കാറുകൾ വരുന്നുണ്ട്. അത് സ്ലോ ഡൗൺ ആയി ആദ്യം ആ സൈഡിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിർത്തുക. അവിടെ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, പുറത്തോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കറങ്ങി നമ്മുടെ വശത്തേക്ക് വരും. അവിടെ സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉള്ളിലോട്ട് കയറണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് നോക്കിക്കേ, അവിടെ സ്ലോ ഡൗൺ ചെയ്തപ്പോൾ കണ്ടോ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്ലോലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. അങ്ങനെ ഇത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനും അക്കുവും ഏറ്റവും ഫ്രണ്ടിലെ കേബിൾ കാറിലോട്ട് തന്നെ കയറാൻ പോവുകയാണ്. ആദ്യം ഞാൻ കയറി, എനിക്ക് പിന്നാലെ അക്കു വന്നു, ഞങ്ങൾക്ക് പിന്നാലെ ചേട്ടനും കയറി. കേബിൾ കാറിൽ കയറി ഞങ്ങൾ ഇരുന്നു. കാറ് മുകളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, അക്കുവിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് അങ്കിത്, ഞങ്ങളുടെ ചേച്ചിയുടെ മകൻ. അക്കു ഇരിക്കുന്ന കണ്ടിട്ട് അക്കുവിന് പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അക്കു പറയുന്നുണ്ട് ചെറുതായിട്ട് പേടിയുണ്ടെന്ന്. പക്ഷെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ആ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? അതുവഴിയാണ് നടന്ന് കയറുന്നവര് മുകളിലേക്ക് കയറേണ്ടത്. എന്തായാലും നടക്കാഞ്ഞത് നന്നായി. ഈ വെയിലത്ത് ഇത്രയും സ്റ്റെപ്പ് കയറുന്ന കാര്യം ചിന്തിക്കാൻ കൂടെ വയ്യ. 65 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ പ്രദേശം 4 കുന്നുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. നോക്കിയേ, ഒരു ബ്ലൂ കളർ കേബിൾ കാർ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്ത് രസമല്ലേ? കണ്ടോ, ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമാണ് ആ റോപ്പുമായിട്ടുള്ളത്. ഞങ്ങളുടെ കേബിൾ കാറ് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയ ചുറ്റും എന്ത് ഭംഗിയാണെന്ന് കാണാൻ. ചുറ്റും കംപ്ലീറ്റ് ഗ്രീനറി ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. അത്ര അടിപൊളിയാ. അതാ അടുത്ത സെറ്റ് കേബിൾ കാർ താഴോട്ട് വരുന്നുണ്ട്. ഇത് യെല്ലോ കളറാണ്. മുകളിൽ നമുക്ക് ജഡായുവിനെ കാണാം. ഇപ്പോൾ നമ്മൾ അത്രയും മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ യെല്ലോ കളർ കേബിൾ കാർ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് കണ്ടോ, ഒരു ചെറിയ കണക്ഷനാണ് മുകളിലത്തെ റോപ്പുമായിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും, പക്ഷെ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? നല്ല രസമായിട്ടില്ലേ? നിങ്ങൾക്കും തോന്നുന്നില്ലേ ഒരിക്കലെങ്കിലും ഈ കേബിൾ കാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്? തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചടയമംഗലത്തോട്ട് തന്നെ വരിക. ഇവിടെ ജഡായു എർത്ത് സെന്ററിൽ വന്നാൽ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നതോടൊപ്പം ഈ 65 ഏക്കറിലായി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ജഡായു എർത്ത് സെന്റർ, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അതും എക്സ്പ്ലോർ ചെയ്യാം. ജഡായുവിന്റെ കൂറ്റൻ പക്ഷിശില്പവും കേബിൾ കാറും മാത്രമല്ല, ഒത്തിരി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മ്യൂസിയവും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കേബിൾ കാറിന്റെ ഡ്രോപ്പിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമുള്ള പക്ഷിശില്പം, അതായത് ഭീമൻ പക്ഷിശില്പം. ഭീമൻ പക്ഷിശില്പം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ഇത്. ഈ ശില്പത്തിനുള്ളിൽ ഒരു മ്യൂസിയവും ഒരു തിയേറ്ററും ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ലേ, സെന്ററിൽ ബോർഡ് വെച്ചിരിക്കുന്നത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ഇതിനുള്ളിലെ മ്യൂസിയത്തിൽ രാമായണത്തിന്റെ സ്റ്റോറിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, എന്ത് അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. രാമായണ കഥയുടെ അടിസ്ഥാനത്തിൽ ജഡായുവിന്റെയും രാവണന്റെയും യുദ്ധം നടന്നത് ഈ പാറയിൽ വെച്ചാണ് എന്ന് കരുതപ്പെടുന്നു. അന്നത്തെ യുദ്ധത്തിൽ വെട്ടേറ്റു വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, വെട്ടേറ്റു വീണ് കിടക്കുന്ന ഒരു പക്ഷിയുടെ അതേ രൂപം തന്നെയല്ലേ ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് ഈ പക്ഷി ശില്പം ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ചുണ്ടുകള്, നഖങ്ങള്, കണ്ണ് ഒക്കെ ഒന്ന് നോക്കിയേ, എന്ത് അടിപൊളിയാണല്ലേ. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ കൂറ്റൻ ശില്പത്തിനുള്ളിലേക്ക് സഞ്ചാരികൾക്ക് കടന്നു ചെല്ലാം. രാമായണ കഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച പക്ഷിയുടെ ഉൾവശത്തുകൂടി സഞ്ചരിച്ച് കൊക്കുവരെ നമുക്ക് ചെല്ലാം. തുടർന്ന് പക്ഷിയുടെ കണ്ണിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുകയും ചെയ്യാം. ഇതുകൂടാതെ രാവണ ജഡായു യുദ്ധത്തിന്റെ 6D തിയേറ്റർ സംവിധാനവും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ 2 കാര്യങ്ങളും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയായിരുന്നു. നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി അതും ഞങ്ങൾ ഞങ്ങളുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 100 കോടിയോളം രൂപ ചെലവാക്കിയാണ് ഈ ജഡായു എർത്ത് സെന്റർ പണിതുയർത്തിയത്. ഇതിൽ ഈ ജഡായു ശില്പത്തിനു പുറമെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6D തിയേറ്റർ ഉണ്ട്, കേബിൾ കാർ ഫെസിലിറ്റി ഉണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചർ സോണും ആയുർവേദ റിസോർട്ടും ഈ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. ജലലഭ്യത വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ. ജലപ്രതിസന്ധി പരിഹരിക്കാൻ 2 കൂറ്റൻ പാറകളെ യോജിപ്പിച്ച് ചെക്ക് ഡാം നിർമ്മിച്ചു. ഇവിടെ മഴവെള്ളം ശേഖരിച്ചു. ജലം എത്തിയതോടെ ജഡായു പാറയുടെ താഴ്വരകളിലെല്ലാം പച്ചപ്പ് നിറഞ്ഞു വളർന്നു. ആ പച്ചപ്പാണ് ഈ പ്രദേശത്തിന്റെ മനോഹാരിത വീണ്ടും വീണ്ടും കൂട്ടുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്ന് 4 ചുറ്റും ഹരിതാഭമായ താഴ്വര കാണുന്നത് തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയല്ലേ. എത്ര നേരം വേണമെങ്കിലും സ്വയം മറന്ന് നോക്കി നിൽക്കാവുന്ന പ്രകൃതി ഭംഗി തന്നെയാണ് ഈ ജഡായു എർത്ത് സെന്ററിന് ചുറ്റുമുള്ളത്. ഞങ്ങൾ ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോഴും ജഡായുവിന്റെ ശില്പത്തിനുള്ളിൽ കയറി അതിനുള്ളിലെ മ്യൂസിയവും തിയേറ്ററും കാണാൻ പറ്റാത്തത് ഒരു നഷ്ടബോധമായി തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ള കേബിൾ കാർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയത് ഞങ്ങൾ വന്ന അതേ വൈറ്റ് കളറാണ്. അങ്ങനെ ഞങ്ങളിതേ താഴോട്ട് ഇറങ്ങുകയാണ്. ഈ സ്റ്റെപ്സ് കണ്ടോ, ഇതുവഴിയാണ് മുകളിലോട്ട് നടന്നു പോകുന്നവര് കയറി പോകുന്നത്. ഇത്രയും ചൂടുള്ള സമയം കൂടെ ആയതുകൊണ്ട് നടന്നു കയറുന്നവർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തായാലും ഒത്തിരി പേര് അങ്ങനെ കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സൈഡ് നമ്മൾ നടന്ന് കയറിയിട്ട് മുകളിൽ ചെന്ന് 1 സൈഡിന് മാത്രമുള്ള കേബിൾ കാറിന്റെ പൈസ കൊടുത്തിട്ട് തിരിച്ച് വരുന്നത് കേബിൾ കാർ വഴി വരാവുന്നതാണ്. അതിനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ കുറച്ച് ഗെയിം സോൺസ് ഒക്കെ ഉണ്ട്.
അതുപോലെ തന്നെ ചെറിയ കഫറ്റീരിയാസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ പറ്റിയ ടൈപ്പ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ ഹാൻഡ്ലൂംസിന്റെയും ഹാൻഡിക്രാഫ്റ്റ്സിന്റെയും ഒക്കെ ഷോപ്പുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുകയോ സ്നാക്സ് ഒക്കെ എടുക്കുകയോ വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതലുള്ളത് ഗെയിംസിന്റെ ഒക്കെ ഏരിയാസ് ആണ്. ഒരുപാട് വെറൈറ്റി ഗെയിംസ് ഒക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ടൈപ്പിലുള്ള ഗെയിമുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.